ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസിലെ ചേഞ്ചസ് ഇൻ പൊസിഷൻ ആൻഡ് ടേംസിലെ രണ്ടാമത്തെ ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് പഠിച്ചത്? ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി തരും. അതായത് ആദ്യത്തെ 2 or 3 പദങ്ങൾ തരും. അതിൻ്റെ 25ാമത്തെ പദം കാണുക, അല്ലെങ്കിൽ 10ാമത്തെ ടേം കാണുക, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അതായത് ഇഫ് ദ 4th and 5th ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ആർ 45 and 56, അതായത് 4ാമത്തെ പദം 45ഉം 5ാമത്തെ പദം 56ഉം ആയാൽ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് പൊസിഷനൊക്കെ ഒന്ന് എഴുതി നോക്കാം. പൊസിഷനും ടേംസും ഒക്കെ ഒന്ന് എഴുതി നോക്കാം. ഒന്നാമത്തെ പൊസിഷനിൽ ടേം എന്താ വന്നിരിക്കുന്നതെന്നൊന്നും തന്നിട്ടില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ പൊസിഷനിൽ തന്നിട്ടില്ല, മൂന്നാമത്തെ പൊസിഷൻ തന്നിട്ടില്ല, അത് രണ്ടും കാണാനൊന്നും ചോദിച്ചിട്ടില്ല. 4ാമത്തെ പൊസിഷനിൽ 45ആണ് വന്നിരിക്കുന്നത്, പദമായിട്ട് വന്നിരിക്കുന്നത്. 5ാമത്തെ പൊസിഷനിൽ 56ആണ് പദമായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1ാമത്തെ പദമാണ്. അപ്പോൾ ഇവിടെ 4ാമത്തെ പദത്തിൽ നിന്ന് പുറകോട്ട് 1ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. പുറകോട്ടാണ് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മുമ്പോട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ അവിടെ കൂട്ടിക്കൂട്ടി അങ്ങ് പോയാൽ മതിയായിരുന്നു. ഇവിടെ പുറകോട്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് വേണം കണ്ടുപിടിക്കാനായിട്ട്. ഇനി നമുക്ക് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് എങ്ങനെയാണോ അതേ മെത്തേഡിൽ തന്നെയാണ് നമുക്ക് പൊസിഷനിലെ ചേഞ്ച് നമുക്ക് നോക്കണം. ചേഞ്ച് ഇൻ പൊസിഷൻ എത്ര വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ചേഞ്ച് ഇൻ പൊസിഷൻ 4ൽ നിന്ന് 1-ലെത്തണം. അപ്പൊ 4 - 1 = 3. ഇതാണ് ചേഞ്ച് ഇൻ പൊസിഷൻ. ഇനി അടുത്തടുത്തുള്ള 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് വന്നിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. അടുത്തടുത്തുള്ള പദങ്ങൾ, കാരണം ഇതൊരു സമാന്തര ശ്രേണിയാണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണ്. പദങ്ങൾ തമ്മിൽ, ടേംസ് തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും സെയിം ആയിരിക്കും. അപ്പം 45ഉം 4th ടേമും 5th ടേം 56ഉം ആണ്. അപ്പം ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം നമുക്ക് നോക്കാം. അതായത് കോമൺ ഡിഫറൻസ് ആണ്. അതായത് 2ാമത്തെ ടേമിൽ നിന്ന് ആദ്യത്തെ ടേം സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എത്ര വന്നു? 11 വന്നു. ഇനി ആ 11 എത്ര പ്രാവശ്യം മൂവ് ചെയ്യണം? 1ാമത്തെ പൊസിഷനിൽ എത്തണമെങ്കിൽ 3 പ്രാവശ്യം മൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടേം ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എവിടെ നിന്നാണ് നമ്മൾ പോരുന്നത്? 4ാമത്തെ പൊസിഷനിൽ നിന്നാണ്, 4ാമത്തെ ടേമിൽ നിന്നാണ്. അപ്പൊ 4ാമത്തെ ടേം ആയ 45ൽ നിന്ന് പുറകോട്ട് പോകുന്നതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. എത്ര മാറ്റണം? 3 പ്രാവശ്യം 11നെ കുറയ്ക്കണം. 3 പ്രാവശ്യം എന്നുള്ള പൊസിഷനിൽ ചേഞ്ച് ആണ്. അപ്പൊ 3 പ്രാവശ്യം 11നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 1ാമത്തെ പദം കിട്ടും. അപ്പൊ 45 - 33 = 12. ഇനി ഈ ചോദ്യത്തിൽ നമുക്ക് നോക്കിക്കുക, പൊസിഷനിൽ നമുക്ക് ഉത്തരം ഇവിടെ 12 കിട്ടി. അല്ലെങ്കിൽ ഇത് രണ്ടും മാത്രം നോക്കിയാലും ഈ അരിത്മെറ്റിക് സീക്വൻസ് അല്ല, സമാന്തര ശ്രേണി കൂടിയല്ലേ വരുന്നത്. ഇനി ഇതേപോലത്തെ ഒരു ചോദ്യം കുറഞ്ഞു വരുന്നത്, നമ്പർ കുറഞ്ഞു പോകുന്ന ഒരു സീക്വൻസും കൂടി തരാം. എന്നിട്ട് നമുക്ക് എക്സസൈസിലെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ അടുത്ത ചോദ്യം ഇതാണ്. ഇഫ് ദ 4th and 5th ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ആർ 65 and 54, ഫൈൻഡ് ദ ഫസ്റ്റ് ടേം. അതായത് പൊസിഷനും ടേംസും നമ്മൾ എഴുതുമ്പോൾ 4ാമത്തെ പദമായിട്ട് വരുന്ന 65ഉം 5ാമത്തെ പദമായിട്ട് 54ഉം തന്നിട്ടുണ്ട് ചോദ്യത്തിൽ. അതിലെ 1ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? പൊസിഷൻ 4ാമത്തതിൽ നിന്നേ 1ാമത്തതിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ എന്താ? ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലേ നോക്കേണ്ടത്? പുറകോട്ടാണ് പോകുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ പൊസിഷൻ എത്രയാണ്? 4 - 1 = 3.
ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? അടുത്തടുത്തുള്ള രണ്ട് ടേംസ് തമ്മിലുള്ള കോമൺ ഡിഫറൻസ് നോക്കണം. കോമൺ ഡിഫറൻസ് കാണുമ്പോൾ രണ്ടാമത്തെ പദത്തിൽ നിന്ന് വേണം ആദ്യത്തെ പദം സബ്ട്രാക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ് വന്നിരിക്കുന്നത്? -11 വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കിക്ക്, ഈ രണ്ട് പദങ്ങൾ മാത്രം നോക്കിയാൽ മതി. പദങ്ങൾ കുറഞ്ഞാ വരുന്നത്. അപ്പോൾ പുറകോട്ട് പോകുമ്പോൾ, അതായത് ഒന്നാമത്തെ പൊസിഷനിലേക്ക് പോകുമ്പോൾ പദം കൂടി നമ്മുടെ ആൻസർ ഈ നമ്പറിനേക്കാളും വലുതാവണോ ചെറുതാവണോ? ആലോചിച്ച് നോക്കിക്കേ. ഈ ആൻസറിനേക്കാളും വലുതാവുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് എന്താ എത്രാമത്തെ ടേമാണ് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്? നാലാമത്തെ പദത്തിൽ നിന്ന്. അപ്പം 65ാമത്തെ പദത്തിൽ നിന്ന് ഇനി മുമ്പോട്ടല്ല പോകുന്നത്, പുറകോട്ടാണ് പോകുന്നത്. പുറകോട്ട് പോകുമ്പം കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. മുമ്പോട്ട് പോകുമ്പോഴാണ് ആഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. ഇപ്പം ഇത് പുറകോട്ടാണ് പോകുന്നത്. അപ്പം മൈനസ് ഇടുന്നു. ഇനി എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം -11 വേണ്ടേ? 3 പ്രാവശ്യം -11. അപ്പോൾ 65. ഈ മൈനസും എന്താവും? പ്ലസ് ആവും. 33. അപ്പോൾ എത്ര വന്നു? 98 വന്നു. അപ്പോൾ ഒന്നാമത്തെ ടേം എന്തായി? ആൻസർ 98 ആയി. ക്ലിയർ ആയില്ലേ? ഇനി ഈ രണ്ട് ടൈപ്പ് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതായത് പേജ് നമ്പർ 18 സെക്കൻഡ് ക്വസ്റ്റ്യനും 4th ക്വസ്റ്റ്യനുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പേജ് നമ്പർ 18 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. 10th ടേം 46ഉം 11th ടേം 51ഉം തന്നിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ ഫസ്റ്റ് ടേം കാണണം. 10ാമത്തെ പദവും 11ാമത്തെ പദവും തന്നിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ പദം കാണണം. അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ആദ്യത്തെ 5 പദങ്ങളും കൂടെ ആ സീക്വൻസിൽ കണ്ടുപിടിക്കണം. അപ്പൊ നേരത്തെ പോലെ തന്നെ നമുക്ക് പൊസിഷനും ടേംസും ഒന്ന് എഴുതി നോക്കാം. ഒന്നാമത്തെ പൊസിഷനിൽ നമുക്ക് അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ പൊസിഷൻ തന്നിട്ടില്ല, മൂന്നാമത്തെ പൊസിഷൻ തന്നിട്ടില്ല. അങ്ങനെ 10ാമത്തെ പൊസിഷനാണ് തന്നിരിക്കുന്നത് 46. പിന്നെ 11ാമത്തെ പൊസിഷനാണ് തന്നിരിക്കുന്നത് 51. അപ്പൊ നമുക്ക് എവിടെ നിന്നാണ് വരേണ്ടത്? 10ാമത്തെ പൊസിഷനിൽ നിന്ന് 1ാമത്തെ പൊസിഷനിൽ എത്തണം. അപ്പൊ പൊസിഷനിൽ ചേഞ്ച് എത്രയാ വന്നിരിക്കുന്നത്? ചേഞ്ച് ഇൻ പൊസിഷൻ ഈക്വൽ ടു പൊസിഷനിലെ വ്യത്യാസം 10ൽ നിന്ന് 1 പോയപ്പോൾ 9. ഇനി ഇത് കൂടിയാണ് വരുന്നത്. 46 കഴിഞ്ഞ് 51 കൂടിയാണ് വരുന്നത്. അടുത്തടുത്തുള്ള രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നോക്കണം. ആ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ്. ഇപ്പൊ രണ്ടാമത്തതിൽ നിന്ന് ആദ്യത്തത് കുറയ്ക്കണം. രണ്ടാമത്തിൽ നിന്ന് ആദ്യത്തെ കുറച്ചപ്പോൾ 5 കിട്ടിയല്ലോ. അഞ്ഞി പുറകോട്ടാണല്ലോ പോകുന്നത്. പുറകോട്ട് വരുമ്പോൾ കുറയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് എത്രാമത്തെ പദമാണ് കാണേണ്ടത്? ഫസ്റ്റ് ടേം ആണ് കാണേണ്ടത്. ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് 10ാമത്തെ പദമായ 46ൽ നിന്ന് ചേഞ്ച് ഇൻ പൊസിഷൻ എത്രയാ? 9 പ്രാവശ്യം ആരെ കുറയ്ക്കണം? 5നെ കുറയ്ക്കണം. അപ്പം 46ൽ നിന്ന് 9 5 6 45 ഈക്വൽ ടു 1. അപ്പം നമുക്ക് ഒന്നാമത്തെ പദം കിട്ടിയല്ലോ. എത്രയാണ്? 1 എന്ന് എഴുതാമല്ലോ. അപ്പം ഇവിടെ നമുക്ക് 1 എന്ന് എഴുതാം. ഇനി ആദ്യത്തെ 3 പദങ്ങൾ കൂടി കണ്ടുപിടിക്കണ്ടേ? ഇനി എത്ര കൂട്ടണം? രണ്ടാമത്തെ പദം കിട്ടണമെങ്കിൽ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് 5ആണ്. അപ്പോൾ 1ന്റെ കൂടെ 5 കൂട്ടുമ്പോൾ 6 വന്നു. 6ന്റെ കൂടെ 5 കൂട്ടിയപ്പോൾ 11 വന്നു. ആദ്യത്തെ 3 പദങ്ങളായില്ലേ? അപ്പം നമ്മുടെ ആൻസർ 1 6 11 എക്സെട്ര. ഇതാണ് ആദ്യത്തെ 3 പദങ്ങൾ. ഇനി 4ാമത്തെ ചോദ്യം കൂടി ചെയ്യാം. ഇവിടെ 4ാമത്തെ ചോദ്യം ഇതാണ്. 10ാമത്തെ പദം 56ഉം 11ാമത്തെ പദം 51 ആണെങ്കിൽ 1ാമത്തെ പദവും കാണണം. ആ സീക്വൻസും കൂടെ കണ്ടുപിടിക്കണം. ആ സീക്വൻസിൽ ആദ്യത്തെ 5 പദങ്ങൾ കണ്ടുപിടിക്കണം.
ഇവിടെ ഞാൻ പൊസിഷനും പദങ്ങളും എഴുതിയിട്ടുണ്ട്. പൊസിഷൻ ഒന്നാമത്തെ പൊസിഷനിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ 10ാമത്തെ 56 തന്നിട്ടുണ്ട്, 11ാമത്തെ 51 തന്നിട്ടുണ്ട്. നമുക്കിത് നോക്കുമ്പോഴേ മനസ്സിലാകും ഇത് പദങ്ങൾ കുറഞ്ഞാ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ പൊസിഷനിൽ വരുമ്പോൾ നമ്മുടെ ആൻസർ ഈ നമ്പറിനേക്കാളും വലുതായിരിക്കണം. ഇനി ചേഞ്ച് ഇൻ പൊസിഷൻ, ഒന്നാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി 10ാമത്തെ പൊസിഷനിൽ നിന്ന് 1ാമത്തെ പൊസിഷനിൽ എത്തണം. അപ്പോൾ എത്ര പ്രാവശ്യം പുറകോട്ട് വരണം? 9 പ്രാവശ്യമാണ് പുറകോട്ട് വരേണ്ടത്. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് കാണുമ്പോൾ 2ാമത്തതിൽ നിന്നാണ് ആദ്യത്തേത് കുറയ്ക്കേണ്ടത്. 51 നിന്ന് 56 പോകുമ്പോൾ -5 ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് ടേം ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടേം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്? 10ാമത്തെ ടേമിൽ നിന്നാണ് വരുന്നത്. 10ാമത്തെ ടേമായ 56 ആണ്. ഇനി പുറകോട്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് വേണം പോകാനായിട്ട്. എത്ര പൊസിഷൻ മാറ്റണം? 9 പൊസിഷൻ മാറ്റി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? -5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 9 പ്രാവശ്യം പുറകോട്ട് പോകും. അപ്പം എന്താ 56 മൈനസും മൈനസും പ്ലസ് ആയി 9 5s are 45 ആയി. ആൻസർ എത്ര വന്നു? 101. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? 101 ആണ് ഫസ്റ്റ് പൊസിഷനിലുള്ളത്. ഇനി നമുക്ക് 5 ടേംസ് കണ്ടുപിടിക്കണം. നേരത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ 3 ടേംസ് എഴുതിയുള്ളായിരുന്നു. 5 ടേംസ് നിങ്ങൾക്ക് തന്നെത്താൻ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ടേം 101 കിട്ടി. അതിനേക്കാൾ എത്ര കുറഞ്ഞിരിക്കണം? 5 കുറഞ്ഞിരിക്കണം രണ്ടാമത്തെ ടേം. അപ്പോൾ എത്ര വന്നു? 96 വന്നു. അത് കഴിഞ്ഞിട്ട് 5 കുറയുമ്പോൾ എത്ര വന്നു? 91 വന്നു. അത് കഴിഞ്ഞ് വീണ്ടും 5 കുറയുമ്പോൾ എത്ര വന്നു? 86 വന്നു. പിന്നെ 81 വന്നു. 5 ടേംസ് ആയല്ലോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.